താമസസ്ഥലത്ത് അവശനിലയിൽ കഴിയുകയായിരുന്ന റിസ്വി ടീച്ചറുടെ കഥ ഒരാഴ്ച മുമ്പാണ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഴയ വിദ്യാർത്ഥികൾ ചേർന്ന് അധ്യാപികയെ സഹായിക്കാനായി വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. The ad that was made by Media One, I saw it and it appeared on my WhatsApp basically. It was displayed on your TV channel and someone downloaded it and they forwarded it to different social media groups. And I saw it from that and it was a really shocking moment for me because she was my teacher and it took me like 5 to 10 minutes just to understand and just to realize that what has really happened. And I really appreciate that they have made the best use of the media that it can reach to the maximum people. വെൽഫെയർ കേരള പ്രവർത്തകരാണ് ഇവർക്ക് റിസ്വി ടീച്ചറെ കാണാനും സംവദിക്കാനും അവസരമൊരുക്കിയത്. അബ്ബാസിയിൽ നടന്ന ഗുരുശിഷ്യ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ അധ്യാപികയെ പൂച്ചെണ്ടുകളും സ്നേഹചുംബനങ്ങളും നൽകിയാണ് ശിഷ്യർ വരവേറ്റത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അടുത്തു കണ്ടപ്പോൾ അസ്വാസ്ഥ്യങ്ങൾ മറന്ന് അവർ ഒരിക്കൽ കൂടി പഴയ ഇംഗ്ലീഷ് അധ്യാപികയായി. How shall I now pay him back for all he did to me? Gold is great. Thank you so much. Thank you for your all. Thanks a lot. She was like an fashionable icon for us, you know, in the beginning when we were just in 6th standard. We were very young girls. So we used to look up to her that, oh, what she's going to dress up today? How will she look today? So she was very special for us. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം റിസ്വി ബീഗത്തെ നാട്ടിലേക്ക് യാത്രയാക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. വർഷങ്ങൾക്ക് ശേഷമുള്ള ഗുരുശിഷ്യ സമാഗമമാണ് ഈ വേദിയിൽ നടക്കുന്നത്. ഇതിന് നിമിത്തമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ക്യാമറ പേഴ്സൺ സിറാജിനൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി.